ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യും. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും അനീഷ സാമാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മൂത്ത മകൾ ഇപ്പോൾ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഉന്നത വിജയത്തോടെ പാസ്സാകേണ്ടതിനായിട്ട് ദൈവം ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ അനീഷ സിസ് ഇപ്പോൾ OET എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഒരു സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നു. തനിക്ക് ആവശ്യമായ മാർക്ക് ലഭിക്കേണ്ടതിനായിട്ട് എൻ്റെ ദൈവം ആർക്കും കടക്കാനല്ല എന്ന് പറയുവാൻ അല്ലെങ്കിൽ പ്രത്യേകമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഇതൊരു അത്ഭുത സാക്ഷ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു ഈ സഹോദരിക്ക് വേണ്ടി വീണ്ടും വഴി തുറക്കുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ കൂടെ നിങ്ങളും എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഈ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മകളുടെ എക്സാം റിസൾട്ട് ഏറ്റവും അനുഗ്രഹമാകേണ്ടതിനായിട്ടും 12 ദിവസത്തിന് ശേഷം ഹല്ലേലൂയ ഈ സഹോദരി OET റിസൾട്ട് വരികയാണ്. ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ടും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ തീ വെളിപ്പെടട്ടെ. അല്ലെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. അനീഷ സിസ്റ്ററിൻ്റെ മൂത്ത മകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ ആഗ്രഹിച്ചതിനേക്കാൾ, താൻ നനച്ചതിനേക്കാൾ വലിപ്പമായി എൻ്റെ കർത്താവ് ഒരു നല്ല റിസൾട്ട് തനിക്ക് കൊടുക്കാൻ പോകുന്നു. കർത്താവെ, അറിയാം ഈ മകളുടെ ഭാവിയെ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. കാരണം അങ്ങേ ആശ്രയിക്കുന്ന, അങ്ങയുടെ പാദപിടത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ പോലും അങ്ങ് അനാഥനാക്കത്തില്ല, കൈവിടത്തില്ലല്ലോ. എങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഈ മകൾക്ക് ഏറ്റവും നല്ല റിസൾട്ടും ഞങ്ങൾക്കതൊരു വലിയ സാക്ഷ്യമായിരിക്കും. കാരണം ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിലോട്ടാണ് ഈ വിഷയത്തെ വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അനീഷ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ OET എക്സാമിൻ്റെ റിസൾട്ട് തനിക്ക് അനുകൂലമാകട്ടെ. തൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതലായി തീരട്ടെ. കർത്താവെ, തനിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായി അത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ദൂതന്മാർ ചലിക്കണമേ അപ്പ. 91 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഇതാ ദൂതന്മാർ ഈ കുടുംബത്തിന് വേണ്ടി ചലിക്കുകയാണ്. ദൈവ പ്രവൃത്തി ഇന്നും നടക്കുന്നുവെന്ന് ലോകം കാണുവാൻ, കർത്താവിലേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ലോകം പറയുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. ഈ പ്രിയ സിസ്റ്ററിനെയും കുടുംബത്തെയും ഞങ്ങൾ അങ്ങയുടെ കരത്തിലോട്ട് ഏൽപ്പിക്കുന്നു. ഇവർ അങ്ങയുടെ ജീവിക്കുന്ന സാക്ഷികളാകട്ടെ. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, അങ്ങ് സഹായിച്ചതിനായി നന്ദി, അങ്ങ് ഇതിനകത്ത് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഈ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്കും ഇത് വിടുതലായതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഒന്ന് കൈ ഉയർത്തി പിടിച്ചോളൂ, എനിക്കോ ദൈവ ശക്തിയാകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഹല്ലേലൂയ. ഇത് ഇന്നും ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ പല കുടുംബങ്ങളിലും കളിയാക്കലുകളും വേദനയും പ്രശ്നവും ഉണ്ടാകാം. കാരണം എന്താണെന്നറിയോ? ഈ ക്രൂശിന്റെ വചനം ചുമന്നത് കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഇന്നും കളിയാക്കൽ നിന്ദയിൽ നിൽക്കുമ്പോൾ നശിച്ചു പോകുന്നവരെന്ന് ഭോഷത്വമാണെങ്കിൽ, ഇന്ന് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന, ഈ ശനിയാഴ്ച വൈകിട്ട് ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് നിനക്ക് ദൈവശക്തിയായി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഇത് നിനക്ക് ദൈവശക്തിയായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ക്രൂശിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ ദൈവശക്തിയാൽ വെളിപ്പെടുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ക്രൂശിന് മുമ്പേ ഉണ്ടായിരുന്ന കർത്താവ് ഗലീലയിൽ വന്നാൽ, പത്രോസിന്റെ പടകിൽ കയറിയാൽ, ഗദരദേശത്ത് ചെന്നാൽ അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്ത് വരണമെങ്കിൽ സമയമെടുക്കുമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റവൻ, ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ നിനക്ക് വേണ്ടി ദൈവശക്തിയായി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കാരണം ദൈവശക്തിയായി ക്രൂശിന്റെ വചനം വെളിപ്പെട്ട് വരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 2-ാം അധ്യായം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം എന്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിൽ ഈ പദങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ഒരുമിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ക്രൂശില്ലാതെ ഇല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു എന്നും അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ കാൽവരി ക്രൂശിലെ ക്രൂശിതനായ യേശുവിനെ കണ്ടു. അവിടെയാണ് കാന
കാലഘട്ടത്തെ രണ്ടായി തരംതിരിച്ച കർത്താവിന്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു സാക്ഷ്യമായി വെളിപ്പെട്ടത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും സൗഖ്യം കിട്ടിയവരുണ്ട്, ഇന്ന് രാത്രിയും മരണത്തെ ജയിച്ചവരുണ്ട്, ഇന്ന് രാത്രിയും കുടുംബ പ്രശ്നത്തെ ജയിച്ചവരുണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ ദൈവശക്തിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് ചിലവർ അസാധാരണമായ വിടുതലുകൾ കാണും. നാളുകൾ മാറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരുന്നു. ക്രൂശിതനായ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് നീ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് ആ ആണിപ്പാട്ടുള്ള കരവുമായി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇതൊരു അസാധാരണ സുവിശേഷത്തിന്റെ പകർച്ച നടക്കുന്ന സമയമാണ്. കാരണം ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരേ ഒരു കല്ലറയെ തുറന്നു കിടപ്പോഴോ ആ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ഇന്ന് വൈകിട്ടും ഉയർപ്പിന്റെ ശക്തിയോടുകൂടെ ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആളവറ്റ ശക്തി, ഇന്ന് സകലതിനെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി ഈ വചനത്തിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് കാണാൻ കഴിയും. ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു അസാധാരണ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങട്ടെ, ഒരു അസാധാരണ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങട്ടെ. ചിലവർക്ക് വേണ്ടി ഇതുവരെയും വെളിപ്പെടാത്തതുപോലെ കർത്താവിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നവർ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നവർ. കാൽവരി ക്രൂശ് മരണത്തിന് മുമ്പേ ക്രൂശിന്റെ ചിഹ്നം ശാപമായിരുന്നു. ഹല്ലേലൂയ. ആരും അതിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ക്രൂശ് ഒരു അനുഗ്രഹമായി മാറി നിൽക്കുകയാണ്. കാരണം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്തു വലിയ ശാപമുണ്ടെങ്കിലും എത്ര വലിയ കണ്ണുനീരുണ്ടെങ്കിലും ഇന്ന് വൈകിട്ടത്തെ സന്ദേശം അതിനെ അനുഗ്രഹമാക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കാരണം ഈ കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നിന്റെ വീട്ടിനകത്ത് ഭയങ്കരമായ വിടുതലുകളെ കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ എന്തോ മുത്തശ്ശി കഥ പറയാനല്ല വന്നു നിൽക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ നടന്നത് പറയാനല്ല വന്നു നിൽക്കുന്നത്. ഇന്നും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, ഇന്നും ആ നാമത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മരണത്തിന് അവരെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ ശാപത്തിന്, ആ പ്രശ്നത്തിന്, ആ പ്രതികൂലത്തിന് നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി മാറും. കാരണം ദൈവശക്തി ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ആത്മാവിൽ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങും. ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി മഴയായി വെളിപ്പെട്ട് വരുന്നു. ഒരു തീ പോലെ ദൈവശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. ആരെങ്കിലും കർത്താവിനെ ഈ മിനിറ്റിൽ ഉയർത്തുന്നവരുണ്ടെങ്കിൽ, യേശുവിനെ കുറിച്ച് ആഗ്രഹിക്കുകയും യേശുവിനെ കുറിച്ച് പറയുകയും യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ, ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞവൻ. സർവശക്തന്റെ സാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ഇതാ ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണ് മുറിക്കകത്ത്. എന്നാൽ അവരുടെ നടുവിലേക്ക് ഒരു വാതിലും തുറക്കാത്തവൻ, അല്ലെങ്കിൽ ഒരു വാതിലും തുറന്നു കൊടുക്കാതെ വാസ്തവത്തിൽ വാതിലായവൻ അവരുടെ നടുവിൽ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് ആദ്യത്തെ ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, എത്ര വഴിയടഞ്ഞവരും ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്നവരും ഇനി വാതിലില്ല എന്ന് പറയുന്നവരും ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ നടുവിൽ കൈ ഉയർത്തിപ്പിടിക്കുക. നിനക്ക് വേണ്ടി സാക്ഷാൽ വാതിലായവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇന്ന് വൈകിട്ട് അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ക്രൂശീകരണത്തിന്റെ നടുവിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ചില അനുഭവങ്ങൾ ഇന്ന് ചിലവരുടെ മുമ്പിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുന്നവരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരുമാണെങ്കിൽ ആ ക്രൂശിൽ നിന്നൊഴുകുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൈമാറ്റങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചു നിൽക്കുകയാണ്. അവരുടെ നടുവിലേക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇന്ന് വൈകിട്ടത്തെ ഈ സന്ദേശത്തിനകത്ത് ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോ, ഏതെല്ലാം വിഷയത്തിനകത്ത് നീ അസ്വസ്ഥതയായിട്ടാണ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും, തലമുറയുടെ വിഷയമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ഹല്ലേലൂയ, അതേപോലെ രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം, ഏതെല്ലാം വിഷയത്തിലാണെങ്കിലും ഇന്ന് വൈകിട്ട് നീ അനുഭവിക്കുന്ന ദൈവശക്തി നിനക്ക് സമാധാനം കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് നീ കേൾക്കുന്ന സന്ദേശം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രതികരിക്കണം. ഹല്ലേലൂയ. ആ കരമുയർത്തിയൊക്കെ അവർ ഹല്ലേലൂയ യഹൂദന്മാരെ പേടിച്ച് എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുമ്പോഴാണ് വാതിലടച്ച് ഭയപ്പെട്ട് നിൽക്കുന്നത്. കാരണം
അല്ലെങ്കിൽ അവർ വാതിൽ തുറന്നതിനും അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങിയതിനും അവർക്ക് ഒരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ചില നോട്ടീസുകൾ, ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ, അറിയാം, ചില ഫോൺ കോളുകൾ നിങ്ങളെ സമാധാനത്തെ തകർത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് സന്തോഷത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, സമാധാനത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. സമാധാനത്തിന്റെ പ്രഭു നിങ്ങളായിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞവൻ ഇതാ നിന്നെ സ്പർശിക്കുവാൻ പോകുന്നു. ഏത് വിടുതലിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സമാധാനമാണ്. അവരത് ചെയ്യും, എന്റെ കർത്താവ് അത് ചെയ്യും, എന്നെ സഹായിക്കും എന്നുള്ള ഉറപ്പ് എന്നിലും നിന്നിലേക്കും വ്യാപരിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് സ്വീകരിച്ചോ. അതിൽ വെളിപ്പെടുന്ന സമാധാനമാണ് ആദ്യത്തെ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അറിയാം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ നിന്റെ ഹൃദയത്തിൽ പറയുന്നു, ആരോ നിന്നെ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് അറിയാം സമാധാനം, നിന്റെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലെ, നീ അനുഭവിക്കുന്നത് ഈ സമയത്ത് അസമാധാനമല്ല. അറിയാം, ദൈവവചനം കേൾക്കുന്ന ദൈവ വൈതലെ, നീ അനുഭവിക്കുന്നത് പ്രതികൂലമല്ല. അടുത്ത മിനിറ്റുകളിൽ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന 2023 വർഷങ്ങൾക്ക് മുമ്പ് അറിയാം യഹൂദനും മതവും അറിയാം ആ രാജ്യത്തിന്റെ മുദ്രയും വെച്ചുകൊണ്ട് അടച്ചതിനെ തുറന്ന് ഇറങ്ങി വന്നവൻ ഇതാ നിനക്ക് വേണ്ടി സമാധാനം പറയാൻ നിന്റെ റൂമിൽ ഇറങ്ങി വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. എന്തെല്ലാം വലിയ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് വൈകിട്ട് ചില സൊല്യൂഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ചില സൊല്യൂഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. അറിയാം, 2023 വർഷങ്ങൾക്ക് മുമ്പ് മുറിക്കകത്ത് ഒരു സൊല്യൂഷനും ഇല്ലാതെ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, എല്ലാ വഴിയും തീർന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരെ അടുക്കൽ സമാധാനം പറഞ്ഞുകൊണ്ട് അവരെ സൊല്യൂഷനുമായി ഇറങ്ങി വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എന്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു സൗഖ്യത്തിന്റെ ശക്തി, അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു വഴി ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ഒരു പോഷത്വമാ, പക്ഷെ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ഇന്ന് എന്റെ ശരീരത്തിന് മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. അത് എക്സ്റേ രശ്മികളെക്കാൾ വലുതാണ്. എന്റെ ശരീരത്തിൽ എന്നെ മുമ്പോട്ട് വിടത്തിൽ എന്ന് പറഞ്ഞ രോഗശക്തികളെ കരിച്ചു കളയുന്ന ദൈവശക്തി ഇപ്പോൾ ആരൊക്കെയോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നുണ്ടല്ലോ. ആരൊക്കെയോ ഈ പുനരുത്ഥാന ശക്തി അനുഭവിക്കാൻ തുടങ്ങിയാണല്ലോ. ഇന്ന് വൈകിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. നിന്റെ വീട്ടിനകത്ത് നിന്നെ പുറത്തിറക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല ഭയപ്പെടുത്തുന്ന രോഗശക്തികൾ കാണാം. പേടിപ്പെടുത്തുന്ന മാനുഷിക ശബ്ദങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരും തുറക്കാതെ അവരുടെ മുമ്പിൽ സമാധാനം പറയാൻ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് നിന്നെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിയോഗമുള്ള വിളിച്ച് കൂടെ നടത്തിയ കർത്താവ് വിളിച്ചു പറയുന്നു, നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവപ്രവൃത്തി ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. ഈ 20-ാം അധ്യായത്തിൽ തന്നെ 25-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 25-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയ കർത്താവിനെ കുറിച്ച് ഈ ക്രൂശീകരണം കഴിഞ്ഞു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ഹല്ലേലൂയ, അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിനകത്തൊന്ന് പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, മാർക്കോസിന്റെ സുവിശേഷം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കാരണം ഉയർപ്പിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് അടയാളങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ, സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇതാ ഹല്ലേലൂയ 27-ാമത്തെ വാക്യത്തിൽ പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. ഹല്ലേലൂയ, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഹല്ലേലൂയ ഇടുക എന്ന് വ്യക്തമായി പറയുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇന്ന് വൈകിട്ടും ഒരു അടയാളവും കാണാതെ വിഷമിച്ച് വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന റൂമിൽ ഒരു അടയാളവുമായി ദൈവശക്തിയായിട്ട് വെളിപ്പെടാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, കാരണം അവൻ എന്നേക്കുമായി ജീവിക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷമാണ് ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം തുടങ്ങി. ക്രൂശീകരണത്തിന് ശേഷം ഇതാ 2 ശിഷ്യന്മാർ ഹല്ലേലൂയ അവർ ഗ്രാമത്തിലേക്ക് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ യെരൂശലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് 7 കിലോമീറ്റർ 7 മൈൽ ദൂരത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്നത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 28-ാമത്തെ വാക്യം മുതൽ ഇമ്പോർട്ടൻസ്. ഇതാ കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ
ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ അവൻ അകലം വിടുന്നവനല്ല, അവൻ നിങ്ങളുടെ അടുത്തിൽ വരുന്നവനാണ്. വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് ഇതാ ക്രൂശീകരണത്തിന് ശേഷം ഇതാ 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അവർ അകലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ആ അകലം വിടുമ്പോഴും അവർ അവരുടെ വിഷമങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹല്ലേലൂയ അവനെ വലിയവനായിട്ടാണ് കണ്ടത്, പക്ഷേ ഇതാ മഹാപുരോഹിതന്മാർ അവനെ ക്രൂശിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുമ്പോഴും എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു അതിശയം ചെയ്യുവാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ഇന്ന് വൈകിട്ട് എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2023 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച കാര്യമാണ് ഞാനും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, അവർ ആ അപ്പം നുറുക്കിയപ്പോൾ അവരെ കണ്ണു തുറന്നതും എല്ലാം അവർ തിരികെ വന്ന് ശിഷ്യന്മാരോട് സഡനായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആരെക്കുറിച്ച് പറയുന്നുണ്ടോ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കർത്താവ് അവരുടെ നടുവിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചോ. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നീ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ഞങ്ങൾ അറിവിൽ ജീവിക്കുന്നവരല്ല, ഒരു പുസ്തകം വായിച്ച് തീർക്കുന്നത് പോലല്ല. ഇന്ന് വൈകിട്ടും വിശ്വസിക്കുന്നവന് ഇത് അനുഭവമായി മാറാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടും ചിലവർക്ക് ഇത് സൗഖ്യമായി മാറാൻ പോകുന്നു. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ എല്ലാം അവസാനിച്ചെന്ന് ലോകം വിളിച്ചു പറഞ്ഞെങ്കിലും യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കണ്ട കാഴ്ചകളിൽ ഭയങ്കരമായ വലിപ്പം വെളിപ്പെട്ടു. അതിനകത്ത് അറിയാം, താൻ മരിച്ചവനെ പോലെ ആയി അവൻ്റെ കാൽക്കൽ വീഴുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. കർത്താവ് അവനോട് പറയുന്ന ആഴം സ്വീകരിച്ചുകൊള്ളും. ആ കർത്താവ് ഇന്ന് എന്നോട് നിങ്ങളോട് പറയുന്നു, ഞാൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും അറിയാം, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ട് ദൈവം വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ദൈവ സാന്നിധ്യം ചിലവർ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെയും എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകൻ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെട്ട് സമാധാനമെന്ന് നിങ്ങളോടും എന്നോട് ഘോഷിക്കുവാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന എന്നെ കേൾക്കുന്നവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ദൈവശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആ വാക്യത്തിനകത്തേക്ക് ഒന്ന് വരികയാണ്. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യത്തിലേക്ക്. ഹല്ലേലൂയ. ഒരു വെള്ളിയാഴ്ച വീണ്ടും അടക്കം, ഒരു ഞായറാഴ്ച വീണ്ടും ഉയർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. ഈ 2023 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എമ്മൗസിൽ ശിഷ്യന്മാരുടെ അടുക്കൽ വെളിപ്പെട്ടവൻ, അവർ തിരിച്ചു വന്ന് അവരുമായി ശിഷ്യന്മാരുമായി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങൾ നടന്നത് സംഭവിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വെളിപ്പെട്ട സമാധാനം എന്ന് പറഞ്ഞവൻ, എന്തുകൊണ്ട് ഇന്ന് വൈകിട്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങത്തില്ല എന്ന് ചോദിച്ചാൽ അറിയാം, നീ ശക്തി അനുഭവിക്കാത്തത് കൊണ്ടാണ്, നീ വാസ്തവമായിട്ടും ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. യോഹന്നാനോട് പറഞ്ഞ അതേ കർത്താവ് ഇന്ന് നിന്നോടും വിളിച്ചു പറയുന്നു, ഞാൻ എന്നേക്കുമായി ജീവിക്കുന്നവരാണ്. ജീവിക്കുന്ന കർത്താവിനെ ഒന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നിന്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന മുഴുവൻ പ്രതികൂലങ്ങളെയും, നിന്റെ ജീവിതത്തിനകത്ത് ശത്രു വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന കടപത്രങ്ങളെ കീറുവാൻ അവൻ പ്രാപ്തനായി എന്നുള്ളത് നീ കേൾക്കാൻ പോകുകയാണ്. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് ഈ മിനിറ്റിൽ സ്വീകരിച്ചു തുടങ്ങിക്കോ. യേശയ്യാവ് 53-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. വിശ്വസിക്കുന്നതിനുണ്ടോ? നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നുള്ളത് ഈ മിനിറ്റിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നുള്ളത് നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. കാരണം 2023 വർഷങ്ങൾക്ക് മുമ്പേ നടന്നത് ഇന്ന് എനിക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഒരു ദൈവശക്തി എൻ്റെ വെളിയിൽ വ്യാപരിക്കുന്നു. ക്രൂശിന്റെ വചനമോ നശിച്ചു പോകുന്നവന് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എനിക്ക് ദൈവശക്തിയായി ഇന്ന് വൈകിട്ട് വെളിപ്പെട്ടു വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് നിങ്ങളായിരിക്കുന്ന റൂമുകളിൽ ഇതിനെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് എന്നേക്കുമായി ജീവിക്കുന്നവനാണ്. മരണത്തിന്റെ അധികാരിയായവനെ തന്റെ മരണത്തലവൻ നീക്കി എന്നെയും നിങ്ങളെയും പൂർണ്ണമായി വിടുവിച്ചു എന്നുള്ളത് ഇന്നലെ ഞാനും നിങ്ങളും കേട്ടു. അതിന്റെ ആഴത്തിനകത്തോട്ടൊന്ന് കയറാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് വെളിപ്പാടിന്റെ പുസ്തകത്തിനകത്തേക്ക് നമ്മൾ വരികയാണ്. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 5-ാം അധ്യായം അതിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇന്നത്തെ വചന സന്ദേശത്തിലെ ഏറ്റവും മെയിൻ ആയ ആശയത്തിലേക്ക് വരികയാണ്. ഇന്ന് വൈകിട്ട് ആരെങ്കിലും
ആരെങ്കിലും തകർന്നവരുണ്ടെങ്കിൽ, ഇന്ന് വൈകിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഓ ഹറിയ, പുസ്തകം തുറക്കാൻ യോഗ്യനായവൻ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യോഗ്യനായവൻ, ഇന്ന് വൈകിട്ട് ആരാധനയ്ക്ക് യോഗ്യനായി എന്റെയും നിങ്ങളെയും നടുവിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഒരുമിച്ച് 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് ആമേൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം, അവൻ പുസ്തകം തുറക്കാനും ഹല്ലേലൂയ മുദ്ര പൊട്ടിപ്പാനും അവൻ യോഗ്യനെന്നും അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്നുള്ളതും നിങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ 24 മൂപ്പന്മാരും കിരീടങ്ങൾ താഴ്വെച്ച് അവർ നെടുമ്പാട് കിടന്നുകൊണ്ട് അവർ വിളിച്ചു പറയുന്നു, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പാപത്തിന്റെ പരിഹാരമായവൻ, ശാപത്തിന്റെ പരിഹാരകനായവൻ, രോഗത്തിന്റെ പരിഹാരകനായവൻ, ഇന്ന് വൈകിട്ട് ഞാൻ ഇതിന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും കൈയെഴുത്തിന് അയച്ചവൻ. വിശ്വസിക്കുന്നവർ ഇതാ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായവൻ, ശത്രു വർഷങ്ങളായി മുദ്ര വെച്ചിരിക്കുന്ന, ശത്രു അവകാശം പറഞ്ഞിരിക്കുന്ന, അറിയാം പാരമ്പര്യമായി കുടുംബപരമായി ദേശപരമായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും മുദ്ര വെച്ചിരിക്കുന്ന മുദ്രകളെ ഇന്ന് വൈകിട്ട് കർത്താവ് പൊട്ടിച്ചു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ വൈകിട്ടും ഹല്ലേലൂയ ഒരു കാര്യം ഓർപ്പിച്ചു. ഹല്ലേലൂയ, ക്യാൻസലായ ചെക്കുമായിട്ടാണ് ശത്രു നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് വാല്യൂവില്ല. ഹല്ലേലൂയ, ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്കറിയാം. ഹല്ലേലൂയ, ആ ഫ്ലൈറ്റ് യാത്ര ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ആയാൽ നീ ഇനി ഏത് എയർപോർട്ടിൽ ചെന്നാലും ഫ്ലൈറ്റിൽ കയറാൻ കഴിയത്തില്ല. ഇതേപോലെ ശത്രു നിന്നെ കളിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നും, നിന്റെ കടബാധ്യതകളെ, നിന്റെ മുഴുവൻ ശാപങ്ങളെ, നീ അനുഭവിക്കുന്ന മുഴുവൻ പ്രതികൂലങ്ങളെയും അവൻ വഹിച്ചു. അവൻ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും അവൻ ശക്തനാണെന്നും അധികാരമുള്ളവനാണെന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നിന്റെ കടപ്പത്രങ്ങളെ അവൻ കീറിക്കളഞ്ഞു, നിന്റെ അവകാശങ്ങളെ അവൻ കീറിക്കളഞ്ഞു. നിന്നെ അവൻ അറിയാം തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവർ, തന്റെ രക്തത്താൽ വീണ്ടെടുത്തു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവർ, ഇന്ന് വൈകിട്ട് ഒരു അത്ഭുതത്തെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. ഉടമന മനമന ഘടക ശബ്ദര മനമന ഘടക സാക്ഷാൽ എന്റെയും നിങ്ങളുടെ രോഗങ്ങളെ അവൻ വഹിച്ചിട്ടുണ്ട്, വേദനകളെ അവൻ ചുമന്നിട്ടുണ്ട്. അത് ഇന്ന് വൈകിട്ട് തിരിച്ചറിയാൻ പറ്റുന്നവർ, ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ കിടക്കുന്നവർ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവർക്ക് ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട് പറ, എന്റെ കടത്തിന് പകരമായി, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശത്തിന് പകരമായി അവൻ കാൽവരി ക്രൂശിൽ എന്നേക്കുമായി ദരിദ്രനായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ശത്രുവിന്റെ ആ മുദ്രയെ പൊട്ടിക്കുവാൻ എന്റെ കർത്താവ് യോഗ്യനായി എന്ന് വിളിച്ചു കാണിക്കുന്ന ആഴമേറിയ ഒരു വാക്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യങ്ങളെ, ഹല്ലേലൂയ, 14-15 വാക്യങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ അയച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, അവൻ മുദ്ര പൊട്ടിച്ചു. ഹല്ലേലൂയ, പുസ്തകം തുറക്കുവാനും പുസ്തകം വാങ്ങുവാനും അവൻ യോഗ്യനായി തീർന്നു. ഇന്ന് വൈകിട്ട് ഏത് ഭാഷയിലും ഏത് ഗോത്രത്തിലും എവിടെ നിന്നാണ് എന്നെ ശ്രദ്ധിക്കുന്നത്, അവിടെ നിങ്ങൾ ജയാളിയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം അറിയാം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ എനിക്കിത് ദൈവശക്തിയായി വെളിപ്പെട്ട് വരികയാണ്. എനിക്കിത് ദൈവശക്തിയായിട്ട് ഒരുമിച്ചൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് അറിയാം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ, ഹല്ലേലൂയ, ആരെല്ലാം മായിച്ചാലും മായത്തിൽ എന്ന് പറഞ്ഞ നിന്റെ ഈ കൈയെഴുത്തിനെ കർത്താവ് കാൽവരി ക്രൂശിൽ മായിച്ചു കളഞ്ഞു. അവന്റെ രക്തത്താൽ നിനക്ക് പുതിയ രേഖകൾ എഴുതി വെച്ചു. നീ ഇനി അടിമയല്ല, നീ സ്വപുത്രൻ എന്നുള്ള രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് ആ കണ്ണുനീരിന്റെ, ആ അടിമത്വത്തിന്റെ, ആ രോഗത്തിന്റെ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അനുഭവത്തിൽ നിൽക്കുന്നവർ മുഴുവൻ ഇന്ന് വൈകിട്ട് സ്വതന്ത്രമാകുന്ന രീതിയിൽ യേശു മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി തീർന്നു. പുസ്തകം വാങ്ങാൻ, പുസ്തകം തുറക്കാൻ, മുദ്ര പൊട്ടിക്കാൻ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനായി തീരുകയാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇന്ന് വൈകിട്ട് എന്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നീ അനുഭവിക്കുന്ന മുഴുവൻ എതിരുകളുടെ നടുവിലും നീയാണ് ജയാളി എന്ന് ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന രോഗം, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കടബാധ്യതകൾ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അറിയാം കളിപ്പിക്കപ്പെട്ട ക്യാൻസലായ ചെക്കാന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറയാം, ജയാളി എന്റെ കർത്താവാണ്, എന്നെ ജയാളിയാക്കി ഇരിക്കുകയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു. ഈ മിനിറ്റിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേലിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ കർത്താവ് ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ പറ്റുന്നവർ, കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കളും ഈ ക്രൂശിൽ വെളിപ്പെട്ട സ്വാതന്ത്ര്യം, ക്രൂശിൽ വെളിപ്പെട്ട ദൈവശക്തി ഇവർ ഈ മിനിറ്റിൽ അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവദാസൻ എന്നോട് പ്രവചിച്ചതുപോലെ അർഹിക്കാത്ത നന്മ നീ കാണും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് തലമുറയെ കാണാൻ ഇടയായി. ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ഞാൻ ഒരിടത്തും പോകാത്ത ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകാനിടയായി. അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാനിടയായി. ഒരു പെൺകുഞ്ഞ് ദൈവം തന്നു. അന്ന് രാവിലെ തിങ്കളാഴ്ച അഡ്മിറ്റ് ആയെങ്കിലും ബുധനാഴ്ച വരെ ഡെലിവറി ആവാറുന്നതുകൊണ്ട് ഞാൻ ദേവദാസിനെ വിളിച്ച് പറഞ്ഞു. ഫാസ്റ്റിംഗ് പ്രയറിന് വന്നിട്ട് പോയി. അതിനുശേഷം ദേവദാസിനെ വിളിച്ച് പറഞ്ഞിരുന്നു പ്രസവം നടന്നിട്ടില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. അന്ന് ബ്രദറിനോട് ഇത് രാവിലെ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞത് വൈകിട്ടിന് മുമ്പിൽ പ്രസവം നടന്നില്ലെങ്കിൽ അവർ ഹല്ലേലൂയ അവർ സർജറിയിലേക്ക് അല്ലെങ്കിൽ സിസേറിയനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു വൈകിട്ടിന് മുമ്പേ കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. 6 മണിയായപ്പോഴത്തേക്കും മകൾ വരെ ഭയങ്കര പെയിനായിട്ട് ഭയങ്കരമായിട്ട് ബഹളമിട്ടു. അടുത്ത നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വൈഫ് പറഞ്ഞു ഇല്ല, എൻ്റെ മകളല്ലേ, അവിടെ നിൽക്കട്ടെ, ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 6 മണി വരെ ഡോക്ടർ നോക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ വന്ന ശേഷം പറഞ്ഞു എന്തായാലും നമുക്ക് 1.5 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യാം, പ്രസവം നടക്കുമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ്സിൽ തന്നെ പ്രസവം സുഖപ്രസവമായിട്ട് വന്നു. സന്തോഷമായിട്ട് കുഞ്ഞും തലയായിട്ടിരിക്കുന്നു. ഇതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടെയും പോകാത്തതാണ്. മാക്സിമം വന്ന് ഈ ചർച്ച വരെ വരത്തുള്ളൂ. ഞാനാണ് കണ്ണൂർ വരെ പോകാൻ ദൈവം ഇടയാക്കി ആരോഗ്യം തന്നു. തിരിച്ചു വരാനിടയായി സാക്ഷ്യം പറയാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം തന്ന കൃപയോർത്ത് വളരെയധികം നന്ദിയുണ്ട്. പേരെ ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ നടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതൽ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, നിങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ വേണ്ടിക്കും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക. തമ്പുരാനെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ക്രമം വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ ഈ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.